കല്ലുവാതുക്കൽ ജംഗ്ഷനും പാറയിൽ ജംഗ്ഷനും ഇടയ്ക്കുള്ള സർവീസ് റോഡിലാണ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ മെറ്റൽ കൂന റോഡിന്റെ നടുവിലേക്ക് ഇറങ്ങിക്കിടക്കുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നത്. രാത്രികാലങ്ങളിലാണ് കൂടുതൽ അപകടം നടക്കുന്നത്. ഈ ഭാഗത്ത് ചെറിയ വളവുള്ളതിനാലും മൺകൂനയ്ക്ക് മുന്നിലുള്ള പോസ്റ്റിൽ ലൈറ്റ് തെളിയാതിരിക്കുന്നതും മൂലം വാഹനങ്ങൾ മൺകൂനയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടാകുന്നത്. ഇന്നലെയും ഇന്നുമായി നടന്ന അപകടങ്ങളിൽ സ്കൂട്ടർ യാത്രികർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു. പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയെങ്കിലും ആരും നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. NHകാരുടെ പരിപാടിയാണ് ഇത്. ഇതിലൂടെ ഇപ്പൊ തന്നെ 3-4 ആക്സിഡന്റ് നടന്ന് 2 പിള്ളേരുടെ കൈയൊടിഞ്ഞ്. ഇവരെ എത്രയും പെട്ടെന്ന് ഇതൊന്നും എടുത്ത് മാറ്റി തരണം. ഇത് ചെയ്തിട്ട് കണ്ടില്ല, വണ്ടി ഇടിച്ചു കിടക്കുന്നുണ്ടല്ലേ. ഇവരെന്തൊരു പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത്. വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിൽ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് കുത്തിക്കുഴിച്ചിട്ടിരിക്കുക. ഒരു വണ്ടി പോലും ഇറങ്ങത്തില്ല. നമ്മളിപ്പോൾ ആരടുത്ത് പോയി ചോദിക്കും, ആരടുത്ത് പരാതി പറയും? പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവിടെയും കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരിതിനെ പറ്റിയുള്ള ഇതൊന്നും എടുക്കത്തില്ല. പഞ്ചായത്തിൽ ചെന്നാൽ അവരും ഇത് തന്നെ പറയുന്നത്. അവരെന്താ പറയുന്ന ചോദിക്കും. ഇതിപ്പോൾ ഒരാഴ്ച കൂടുതലായി കൊണ്ടിറക്കിയിട്ടിട്ട് ബുദ്ധിമുട്ടാണ്. ഈ വളവിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കാണ് ആക്സിഡന്റ് നടക്കുന്നത്. രാത്രിയിലൊക്കെ ആൾക്കാർ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര വണ്ടി ആക്സിഡന്റ് നടന്നറിയോ ഇവിടെ? ഇവിടെ ലൈറ്റ് ഇല്ല, ഒന്നാമത് വെട്ടമില്ലാതെ വണ്ടികൾ ആക്സിഡന്റ് ഒരുപാട് നടക്കുന്നുണ്ട്. ഇരുട്ട് ഭാഗമാണ്, വളവിലാണ്. ഇത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് തരണം. ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വരുമ്പോൾ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രമാണ് ഇതുവഴി കടന്നു പോകാൻ കഴിയുന്നത്. സർവീസ് റോഡുകളിൽ നിർമ്മാണം നടത്താതെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ മെറ്റൽ കൂനകൾ കൊണ്ടിട്ടത് എന്തിനെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥ മൂലമാണ് ഇത്തരത്തിൽ അപകടങ്ങൾ പതിവാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് ഒരു മാസം കൊണ്ട് ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇവന്മാരെ സ്ഥിരം തൊഴിലാണ്. ആൾക്കാർക്ക് വഴി നടക്കാൻ പോലുള്ള നിവൃത്തിയില്ല. അപ്പം ഒരു സമയം രാത്രിയിലാകുമ്പോൾ ഭയങ്കര ഇരുട്ടാണ്. ഇവിടെ ഇരുട്ടത്ത് വണ്ടി വന്ന് കയറുന്ന തന്നെ അറിയത്തില്ല. ഇത് ഭയങ്കര അപകടമാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. അവിടെ എവിടെയൊക്കെ കുന്നും കുഴി കുടിച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് തന്നെ ഇപ്പോൾ 2 ആഴ്ച കൂടുതലായി. ഒരു മാസം അടുത്തായി ഇത് ഇങ്ങനെ ഇട്ടിട്ട്. തന്നെ ഹൈവേയുടെ പണിയാണ് നടക്കുന്നത്. ഇവന്മാരാണ് അവിടെ ഇവിടെ എല്ലാം തീർത്ത് ചെയ്യത്തില്ല. ഒരു പണിയുണ്ടെങ്കിൽ അത് തീർത്ത് ചെയ്യത്തില്ല. ഇത് അവിടെ ഇവിടെ എല്ലാം കുന്നും കുഴിയും കുഴിച്ചും അവിടെ ഇവിടെ ഈ ഹൈവേ റോഡിൽ തന്നെ ഇതേപോലെ വാരി കൂട്ടിക്കൊണ്ടിടുകയാണ്. ഇന്ന് അപകടങ്ങളെന്നറിയാം ഇവിടെ നടക്കുന്നത്. ദിവസേന ഇവിടെ അപകടങ്ങളാണ് നടക്കുന്നത്. ഇരുട്ടാണ്, ഒന്നും കാണാക്കത്തില്ല. വണ്ടി ഒന്ന് ഇടിച്ച് ഇവിടെ തള്ളിയിട്ട് പോയാലും അറിയത്തില്ല. ഇതിന് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ല. അതിനുള്ള രീതിയാണ് അവർ കാണിക്കുന്നത്. ബസ് ഇതുവഴി വന്നാൽ ഒരു സൈഡ് കൊടുക്കാനുള്ള സ്ഥലമില്ല. അവർ ഇടിച്ച് തള്ളിയിട്ട് അങ്ങ് പോകും. പകുതി മുക്കാലും ഭാഗം കിടക്കുകയാണ്. വണ്ടിക്ക് പോകാനുള്ള സൈഡ് കൂടി ഇല്ല. ഒരു കാരണവശാലും ഇവിടെ ഇവരെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു പണി ചെയ്താൽ തീർത്ത് ചെയ്യത്തില്ല. ദേശീയപാതയിലെ സർവീസ് റോഡുകളിൽ നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ മെറ്റൽ കൂനകൾ ഇട്ടിട്ടുള്ളത്. മെറ്റൽ കൂനകൾ റോഡിന്റെ വശത്തേക്ക് മാറ്റി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചാത്തന്നൂരിലെ നിരവധി ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ് നിത്യവും ഇതുവഴി കടന്നുപോകുന്നത്. ഇവരൊന്നും ഈ അപകടം കാണാതെ പോകുന്നു എന്നതാണ് സത്യം. അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ശേഷം നടപടിയെടുക്കുന്ന നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ സ്ഥിരം ശൈലി തന്നെയാണ് ഇവിടെയും കാണാനാകുന്നത്.